ഞങ്ങൾക്കൊരു കൃഷ്ണൻ്റെ ഒരു കാര്യം പറയാൻ, ഗുരുവായൂർ കൃഷ്ണൻ്റെ ഒരു കാര്യം പറയാനുണ്ട്. അപ്പം യൂട്യൂബിലൊക്കെ കണ്ടു, ഓരോരുത്തരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതും ഒക്കെ കണ്ടു, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഞങ്ങൾ 2010 10-11 ആ ഒരു സമയത്ത് നമ്മൾ ഗുരുവായൂരേക്ക് പോയിട്ടുണ്ടായിന്. കാരണം ചേച്ചിയുടെ മോൻ്റെ ഒരു തുലാഭാരം നടത്താൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പം ചേച്ചീൻ്റെ 2 മക്കളും ചെറിയൊരു കുഞ്ഞും, മാമൻ്റെ മോനും, മാമനും, വല്യമ്മയും, ഏച്ചിയും ഞാനും, അങ്ങനെ ഞങ്ങൾ പോയതാണ്. നമ്മൾ ഉച്ചയ്ക്ക് അവിടെ എത്തി, റൂമൊക്കെ എടുത്ത് കുളിച്ച് ഫ്രഷായി നമ്മൾ ഗുരുവായൂരിലേക്ക് പോയി. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും ഒരുപാട് തിരക്ക്. ഇതുവരെ നമ്മളങ്ങനെ കണ്ടിട്ടില്ല. ഒരു ജൂൺ മാസമാണ് പോയത്, അത്രയ്ക്കും തിരക്ക്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ക്യൂവിൽ നിന്ന് തൊഴാൻ ഞങ്ങളെടുത്തെത്തുമ്പോഴേക്കും നട അടച്ചു. ആ മുന്നിൽ തന്നെ ഞങ്ങൾക്ക് കൃഷ്ണനെ തൊഴാനുള്ള ഭാഗ്യം, പിന്നെ നട തുറന്നു കഴിഞ്ഞ് കൃഷ്ണനെ തൊഴാനുള്ള ഭാഗ്യം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുട്ടികളാരും ഇങ്ങനെ ഭക്ഷണമോ ഒന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അവർക്ക് നല്ല വിശപ്പെന്ന് പറഞ്ഞാൽ നല്ല വിശപ്പുണ്ടായിന്. അപ്പം ഞാൻ പോയി ക്യൂവിൽ നിന്ന് കൗണ്ടറിൽ വഴിപാട് കഴിക്കാൻ പോകുമ്പോൾ അവർ പറഞ്ഞു, സമയം കഴിഞ്ഞു, ഇപ്പോൾ ഇന്നില്ല, വൈകിട്ടേ ഇല്ലു എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഇവരാണെങ്കിൽ വിശന്നിട്ട് ആർക്കും വയ്യ. എന്നിട്ട് ഞാൻ തിരിച്ച് വരുമ്പോഴേക്കും എല്ലാവരും പായസമൊക്കെ കുടിച്ച് നല്ല സന്തോഷത്തിലിരിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എവിടുന്ന് പായസം കിട്ടിയെന്ന് ചോദിച്ചു. അത്രയ്ക്കും തിരക്കെന്ന് പറഞ്ഞാൽ ആ തിരക്കിൽ അങ്ങനെ എന്ത് പറയണ്ട. എന്നിട്ടാകുമ്പോൾ അപ്പോൾ ആ സമയത്ത് അപ്പോൾ അവർ പറഞ്ഞു, ഒരു വയസ്സായൊരു അപ്പൂപ്പൻ ഞങ്ങൾക്ക് പായസം കൊണ്ടു തന്നു, ഇത് കുടിച്ചു. എന്നിട്ട് പാത്രം നിറയെ പായസം അവർക്കെല്ലാം കൊടുത്ത് അപ്പൂപ്പൻ പാത്രമായിട്ട് പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് പറഞ്ഞിട്ട് അപ്പം പറഞ്ഞു, നാമം ജപിക്കണം, സന്ധ്യാനാമം എന്നും ജപിക്കണം, കൃഷ്ണ ഭഗവാനെ പൂജിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പോയതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഒരു നന്ദിയെങ്കിലും അപ്പൂപ്പനോട് പറയേണ്ടത്. ഞങ്ങൾ ആ ചുറ്റുവട്ടത്തെ എല്ലായിടത്തും നോക്കി, പക്ഷേ എവിടെ ആ അപ്പൂപ്പൻ്റെ ഒരു പൊടി പോലും അവിടെ കാണാൻ പറ്റിയില്ല. അപ്പം നമ്മൾ വിചാരിച്ച് ചിലപ്പം കൃഷ്ണ ഭഗവാൻ നേരിട്ടിട്ട് കുട്ടികൾ വിശക്കുന്നത് കാണുമ്പോൾ ചിലപ്പം വന്നതായിരിക്കും എന്ന് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ ഞങ്ങൾക്കതിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് കൃഷ്ണ ഭഗവാന്റെ ആ ഗുരുവായൂർ നടയിൽ വെച്ചിട്ടുണ്ടായത്. ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ അതൊരിക്കലും മറക്കാൻ പറ്റാത്തത്. അതപ്പം ത്രിമധുരത്തിൽ ഇങ്ങനെ ഷെയർ പറയണം എന്ന് തോന്നിയത് കൊണ്ട് പറഞ്ഞു, അത്രക്കും. പിന്നെ നമ്മളിങ്ങനെ എന്ത് വിഷമഘട്ടത്തിലും എങ്ങനെ ആയാലും നമ്മൾ ഉള്ളൊരുകി വിളിക്കുമ്പോൾ ഏത് സമയത്തും എന്തോ ഒരു സാന്നിധ്യം, കൃഷ്ണ ഭഗവാന്റെ ഒരു സാന്നിധ്യം എനിക്ക് ഉണ്ടെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തെല്ലോ പ്രശ്നങ്ങൾ തരണം ചെയ്യുമ്പോൾ അവിടെയെല്ലാം കൃഷ്ണ ഭഗവാൻ എനിക്ക് നേരിട്ടിട്ട് എന്തോ ഒന്ന് ചെയ്തു തരും പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ത്രിമധുരത്തിലൊന്ന് പറയണമെന്ന് പറഞ്ഞു.